അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ബുധനാഴ്ചയാണ് ആദ്യത്തെ പരീക്ഷ. അഖീദയാണ് ആദ്യത്തെ പരീക്ഷ. 27-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷയല്ല, 28-ാം തീയതിയാണ് ആദ്യത്തെ പരീക്ഷ. അപ്പോൾ അഖീദയിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ 8, 9, 10 പാഠങ്ങളാണ്. അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠത്തിന് കുറഞ്ഞ മാർക്കിന് ചോദ്യം വരുള്ളൂ. പിന്നീട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത് പുസ്തകം മുഴുവനുമാണ്. ഈ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം ആകെ 2 പാഠങ്ങളെ ഉണ്ടാകുള്ളൂ. പിന്നെ അവസാനത്തെ പാഠത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ 8, 9 പാഠത്തുനിന്ന് 50 മാർക്കിന് ചോദ്യം ഉണ്ടാവില്ല. ബാക്കിയുള്ള പാഠങ്ങൾ, അപ്പോൾ പുസ്തകം മുഴുവനും പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, 8ാം പാഠത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നോക്കും. പിന്നെ 9ഉം 10ഉം നോക്കിയിട്ട് നമ്മൾ 1ാം പാഠം മുതൽ റിവിഷൻ ചെയ്യും. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? ബിസ്മില്ലാ. അൽ ഖദറു, ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അൽ ഖദർ, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഇൻഷാ അള്ളാഹ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇൻഷാ അള്ളാഹ് പറയേണ്ടത്? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. അടുത്തത്, ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഡാഷ്, ഇൻഷാ അള്ളാഹ്. 2ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ എഴുത്ത് വളരെ വൃത്തിയായിരിക്കണം. ഇൻഷാ അള്ളാഹ് എന്ന് എഴുതുമ്പോൾ നൂനിനോട് ഷീന് മുട്ടിക്കാൻ പാടില്ല. ഇന്ന് വേറെ, ഷാ വേറെ, അള്ളാഹു വേറെ. കണ്ടോ? ഇൻഷാ അള്ളാഹ്. അതുപോലെ കാര്യം എന്ന് എഴുതുമ്പോൾ ആദ്യം കാഫ്, പിന്നെ അലിഫ്, കാ, റിയ. റിയ എന്ന് എഴുതാൻ ആദ്യം രി എഴുതണം. രി അല്ലേ? രി എഴുതണം. എന്നിട്ട് പിന്നെ യ. ഇതാണ് റിയ. ഇത് മലയാളത്തിലെ റിയ. ഇതാ കാര്യ. അപ്പൊ കാര്യം, ര്യം. കണ്ടില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് പറയേണ്ടത് എപ്പോഴാണ്? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. രണ്ടാമത്തെ മനസ്സിലാക്കേണ്ടത്, ഇൻഷാ അള്ളാഹ് എന്നത് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ ഇപ്പൊ ഇൻഷാ അള്ളാഹ് പറഞ്ഞ അറബിയല്ലേ? അതിന്റെ മലയാളം എന്താ? അതാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്താ? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ സ്കൂളിൽ പോകും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ മദ്രസിൽ പോകും. നമ്മൾ മദ്രസിൽ പോയാലും നമ്മൾ മക്ക് പഠിക്കാൻ കഴിയണമെന്നില്ല. അതുപോലെ മദ്രസിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. വേറെ എന്തെങ്കിലും അപകടങ്ങൾ വന്നാലോ? അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. എന്താണ് ഇൻഷാ അള്ളാഹിന്റെ അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇവിടെ ഒരു ചോദ്യം കൂടി വരും, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ ഡാഷ്, എന്താ അർത്ഥം? കണ്ടോ? അർത്ഥം. ഇങ്ങനെയും ചോദ്യം വരും. അർത്ഥം എഴുതുമ്പോൾ നോക്കുക, അർത്ഥ, ഥ. കണ്ടില്ലേ? അക്ഷരം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? എത്ര കാര്യങ്ങൾ ചെയ്യാൻ നാം കരുതുന്നു, അതിൽ ചിലത് ചെയ്യാൻ കഴിയാതെ പോകുന്നു, ചിലത് ചെയ്യുന്നു. അപ്പോൾ ചിലത് ചെയ്യാൻ കഴിയാതെ പോകുന്നു, ചിലത് കഴിയുന്നു. എന്താണ് കാരണം? എന്താ കാരണം? ഉത്തരതാ. ചിലത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്, ചിലത് അള്ളാഹു ഉദ്ദേശിക്കാത്തതാണ്. ഇപ്പൊ നിങ്ങൾ മദ്രസ വിട്ടിട്ട് ഒരാളെ വീട്ടിൽ, നിങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കാൻ പോകണം നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. എന്നാൽ ചില ദിവസങ്ങൾ വിചാരിക്കുന്നു, അപ്പോൾ നടക്കുന്നുണ്ട്. അതെന്താ? ചിലത് നടക്കുന്നു, ചിലത് നടക്കാത്ത. അതാ പറയുന്നത്, ചിലത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്, ചിലത് അള്ളാഹു ഉദ്ദേശിക്കാത്തതാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് ചിലത് നടക്കാതെ പോകുന്നത്? ചിലത് അള്ളാഹു ഉദ്ദേശിച്ചതും ചിലത് അള്ളാഹു ഉദ്ദേശിക്കാത്തതും കൊണ്ട്. ഇനി ആരുദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? അള്ളാഹു. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ചോദ്യം ഇങ്ങനെ വരും, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഡാഷ്, എന്താ ഉണ്ടാവുകയുള്ളൂ. ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ ഉണ്ടാവുക എന്ന് എഴുതാ? ഉണ്ടാ എങ്ങനെ എഴുതാ? നമ്മൾ മലയാളത്തിലെ ഉണ്ടാതാണ് അല്ലേ? പക്ഷെ അറബിയിൽ എങ്ങനെ ഉണ്ടായതാ? അറബിയിൽ 2 അക്ഷരം കൂട്ടണം. ആദ്യം ണ വേണം, ണ്, പിന്നെ ഉണ്ട. അതുണ്ട. കണ്ടോ? അതാണ് ഉണ്ട. കണ്ടില്ലേ? ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത് കാണാതെ പഠിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരുദ്ദേശിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദ്ദേശിച്ചത് എങ്ങനെ എഴുതാറിയില്ലേ? മാത്ര. ത്ര എങ്ങനെ എഴുതാറിയില്ലേ? ത്ര. നമ്മളെ മലയാളത്തിലെ ത്ര ഇതാണ് അല്ലേ? അത് അറബിയിൽ എഴുതുമ്പോൾ ആദ്യം ത് എഴുതണം, പിന്നെ റ എഴുതണം. ത്ര. കണ്ടില്ലേ? മാത്ര. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പഠിച്ചു. ഇനി ഇവിടെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. ഇവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കുക പഠിക്കാൻ.
മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. ഇനി നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഡാഷ് എന്താ കൂലി ലഭിക്കും. അപ്പൊ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ച് പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാ കൂലി കിട്ടുമോ? കിട്ടും. അതാ പറയാ കൂലി ലഭിക്കും. എങ്ങനെ ലഭിക്കും എന്ന് എഴുതാ? കണ്ടോ, ലഭിക്കും, കൂലി ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഡാഷ് ലഭിക്കും, കൂലി ലഭിക്കും. അടുത്ത ചോദ്യം, നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ ഡാഷ് കൂലി ലഭിക്കും, കഴിഞ്ഞില്ലെങ്കിലും. അടുത്തത്, നല്ല കാര്യം ഉദ്ദേശിച്ച് എപ്പോഴാണ് കൂലി ലഭിക്കുക? ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും. ഉദ്ദേശിച്ച് ഉറപ്പിച്ച ശേഷം ചെയ്യാൻ കഴിഞ്ഞില്ല. എഴാന്ന് എങ്ങനെ എഴുതാൻ നോക്കുക? ഇഞ്ഞില്ലെങ്കിലും. കണ്ടില്ലേ? അപ്പോ ഇതാണ്. അപ്പൊ എന്താണ് ഖദർ? എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്ത്? അള്ളാഹു മുൻ നിശ്ചയിച്ച പ്രകാരമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിനാണ് എന്ത് പറയുക? ഖദർ എന്ന് പറയുക. ഇനി ഈ പാഠത്തില് ഇൻഷാ അള്ളാ പറയേണ്ട 2 കാര്യങ്ങൾ എഴുതുക. അങ്ങനെ ചോദ്യം വന്നാൽ എന്താ ചെയ്യുക? നിങ്ങള് നാളെ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയാൻ പോകുന്ന കാര്യം എഴുതിയാൽ മതി. ഇവിടെ കണ്ടില്ലേ, ഈ കൊല്ലം ഞാൻ ഹജ്ജ് ചെയ്യും, ഹജ്ജിന് പോകും ഇൻഷാ അള്ളാ. ഞാൻ പഠിച്ച് ആലിമാകും ഇൻഷാ അള്ളാ. ഇനി നിങ്ങൾക്ക് പറയാ ഞാൻ ഇന്ന് സ്കൂളിൽ പോകും ഇൻഷാ അള്ളാ, അല്ലെങ്കിൽ ഞാൻ നാളെ ഉമ്മയുടെ വീട്ടിൽ പോകും ഇൻഷാ അള്ളാ. അങ്ങനെ എന്തും നിങ്ങൾക്ക് എഴുതാം. ഇനി നമ്മൾ നോക്കുക, ഇതിന്റെ ചോദ്യോത്തരം കുറച്ച് നോക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയ പ്രകാരമാണ് നടക്കുന്നത്. എല്ലാം അള്ളാഹു പണ്ടേ തീരുമാനിച്ചതാണ്. ശരിയോ തെറ്റോ? ശരിയാണ് അല്ലേ? അടുത്ത്, അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. അടുത്ത്, ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടത്. ആണോ? അല്ല. അപ്പൊ തെറ്റാണ്. പിന്നെന്താണ് ഇവിടെ തെറ്റില്ലേ? ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. നമ്മൾ പഠിച്ചു ഇവിടെ എന്താണ് ഇത്, നമ്മൾ നിർബന്ധമായി അടിക്കണം. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. അടുത്തത്, ഇൻഷാ അല്ലാ എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. അത് ശരി തന്നെ. അടുത്ത്, ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമോ? ഇല്ല. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന, ഞാനല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും ഉണ്ടാകും. അടാ ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടുന്ന 4 കാര്യങ്ങൾ. അപ്പൊ 2 നിങ്ങൾ പഠിക്കണം. 4 കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 2 എഴുതാൻ വരും. അപ്പൊ നാളെ സ്കൂളിൽ പോകും ഇൻഷാ അല്ലാ, നാളെ അടുത്ത കൊല്ലം ഹജ്ജിന് പോകും ഇൻഷാ അല്ലാ, അങ്ങനെ എല്ലാം പറയാം. ഇനി ഇവിടെ ഒരു പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ വരാം, പൂരിപ്പിക്കാൻ വരാം. നമുക്ക് പറയാം ഇൻഷാ അല്ലാ, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ, നാളെ ചെയ്യാം ഇൻഷാ അല്ലാ, പറയുക വേണം കൂടെ അതെല്ലാം, എല്ലാം അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണല്ലാഹു, ഏകനായവൻ അല്ലാഹു. ഇവിടെ ഇൻഷാ അല്ലാ വരുന്ന പാട്ടായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത്. നമുക്ക് പറയാം ഇൻഷാ അല്ലാ, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ, പിന്നെ നാളെ ചെയ്യാം ഇൻഷാ അല്ലാ, പറയുക വേണം കൂടെ അതെല്ലാം. ഇതാ 2ാമത്തെ വരി വരാൻ സാധ്യതയുണ്ട്. നാളെ ചെയ്യാം ഇൻഷാ അല്ലാ, പറയുക വേണം കൂടെ. അപ്പൊ നിങ്ങൾ ഫുള്ള് പഠിക്കുക. അത് വളരെ എളുപ്പമാണ് പഠിക്കാൻ, എല്ലാവർക്കും പഠിക്കാൻ കഴിയും. നമ്മൾ 9ാമത്തെ പാഠത്തിലേക്ക് പോവാണ്. ഈമാൻ കാര്യങ്ങൾ. 1ാമത്തെ എന്താ? അള്ളാഹുവിലെ വിശ്വാസം. 2 മലക്കുകളിലെ വിശ്വാസം. 3 കിതാബുകളിലെ വിശ്വാസം. 4 മുർസലുകളിലെ വിശ്വാസം. 5 അന്ത്യനാളിലെ വിശ്വാസം. 6 ഖദറിലെ വിശ്വാസം. നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് 1 എന്ന് പറഞ്ഞിട്ട് പഠിക്കണം. ഇവിടെ 1 എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ പഠിക്കണം. 1 അള്ളാഹുവിലെ വിശ്വാസം, 2 മലക്കുകളിലെ വിശ്വാസം, 3 കിതാബുകളിലെ വിശ്വാസം, 4 മുർസലുകളിലെ വിശ്വാസം, 5 അന്ത്യനാളിലെ വിശ്വാസം, 6 ഖദറിലെ വിശ്വാസം. ഇങ്ങനെ തന്നെ പഠിക്കണം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് 1ാമത്തത് എന്ത്, ഈമാൻ കാര്യങ്ങൾ 1ാമത്തെ എന്തെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിലെ വിശ്വാസങ്ങൾക്ക് പറയാൻ കിട്ടണം. ഈമാൻ കാര്യങ്ങൾ 4ാമത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ കിട്ടണം. മുർസലുകളിലെ വിശ്വാസം. നമ്പർ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. അപ്പൊ ഈ 6 നിങ്ങൾ നല്ലപോലെ പഠിക്കണം. പിന്നെ എഴുതാനും പഠിക്കണം കേട്ടോ. ഇത് അങ്ങനെ തന്നെ പഠിക്കുക.
ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആരാണ് മുഅ്മിനുകൾ. ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. എങ്ങനെ പഠിക്കണ്ടേ? ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. പിന്നെ ഇവിടെ മുഅ്മിനുകൾ എന്നെങ്ങനെ എഴുതുക അത് പഠിക്കുക. മുഅ്മിനുകൾ കണ്ടോ, വിശ്വസിച്ചവരാണ് എങ്ങനെ എഴുതുക നോക്കാം. ശ്വ എങ്ങനെ എഴുതുക? ആദ്യം ഷ് എഴുതിയിട്ട് പിന്നെ വ എഴുതുക, ഇതാണ് ശ്വ. പിന്നെ ച എങ്ങനെ എഴുതുക? ഇതാണ് അടിയിൽ 3 പുള്ളി കൊടുത്തിട്ട് ച, അതാണ് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. പിന്നെ അപ്പൊ മുഅ്മിനുകൾ ആരാണെന്ന് പഠിക്കണം. ഈമാൻ കാര്യങ്ങൾ അതുപോലെ കാണാതെ പഠിക്കുക. മുഅ്മിനുകൾ ആരാണ് പഠിക്കുക. അടുത്തത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ആരെ? ഉത്തരം എന്താ? മുഅ്മിനുകളെ. ഇതാണ് മുഅ്മിനുകളെ എഴുതാൻ അറിയില്ലേ? അടുത്ത മുഅ്മിനുകളെ അള്ളാഹു ഡാഷ്. അപ്പൊ എന്താ എഴുതണ്ട്? ഇഷ്ടപ്പെടും. ഇഷ്ടാന്ന് എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ മലയാളത്തില് ഇഷ്ടാതാണ് അല്ലേ? മലയാളത്തിൽ ഇഷ്ടതാണ്. ഇനി അറബിയിൽ ഇഷ്ട എഴുതുമ്പോൾ ആദ്യം ഷ് എഴുതണം, അടിയിൽ പുള്ളി കൊടുക്കണം, എന്നിട്ട് ട. ഇതാണ് ഇഷ്ട. കണ്ടില്ലേ? ഇഷ്ടപ്പെടും. അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. അള്ളാഹു സ്വർഗം നൽകും ആർക്ക്? മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകും ഡാഷ്. എന്താ? സ്വർഗം. എങ്ങനെ സ്വർഗം എഴുതാ? ഋഗം. നമുക്കും സ്വർഗാവകാശികളാവണം. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അപ്പൊ ഇവിടെ 2 പോയിന്റാ പഠിക്കാനുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു അവർക്ക് സ്വർഗം നൽകും. അങ്ങോട്ട് തിരിച്ചും മറിച്ചും പഠിക്കാം. ഇനി നമ്മളിവിടെ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. അറിയുക ഈമാൻ കാര്യങ്ങൾ 6 വേണം വിശ്വാസം. അള്ളാഹുവിലും പിന്നെ മലക്കുകൾ 4 കിതാബിലും വിശ്വാസം. മുർസലുകളിലും അന്ത്യദിനത്തിലും വേണം കൂടെ വിശ്വാസം. നന്മയും തിന്മയും റബ്ബിൻ ഖദർ പാടി ഈ നിമിഷം. ഈ പാട്ട് ഫുള്ള് പ്രധാനപ്പെട്ടതാണ്. ഈ പാട്ട് ഏത് വരിയും ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉറപ്പിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ചെയ്യേണ്ടവ വിശ്വസിക്കേണ്ടവ. ഈമാൻ കാര്യങ്ങൾ 6 അറിയാലോ. അപ്പൊ ഈമാൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതുക, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതുക. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുക. ഹജ്ജ് എന്താ? ഈമാൻ കാര്യത്തിൽ പെട്ടതാണോ? അല്ല. അപ്പൊ ഇതിൽ എഴുതുക. മലക്കുകൾ വിശ്വസിക്കലില്ലേ? അത് ഈമാൻ കാര്യം ഇവിടെ വിശ്വസിക്കേണ്ടതാണ്. ഷഹാദത്ത് കലിമ ഈമാൻ കാര്യത്തിൽ പെട്ടതാണോ? അല്ല. അപ്പൊ ഇവിടെ എഴുതുക. മുർസലുകൾ വിശ്വസിക്കലില്ലേ? അപ്പൊ ഇവിടെ പെട്ടതാണ്. കിതാബുകൾ വിശ്വസിക്കലില്ലേ? അപ്പൊ ഇതിൽപ്പെട്ടാണ്. നിസ്കാരം ഉണ്ടോ? ഈമാൻ കാര്യത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ. അന്ത്യദിനം ഉണ്ട്. അപ്പൊ ഇവിടെ. നോമ്പ് അതില്. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെവിടെ നമ്മൾ പഠിക്കുന്നില്ലേ? ഖദറിലെ വിശ്വാസം. അപ്പൊ ഖദർ ഏതിലാണ്? വിശ്വസിക്കേണ്ടതിലാണ്. സകാത്ത്, പിന്നെ അള്ളാഹു, അതിവിടെ. അപ്പൊ അത് പഠിച്ചല്ലോ. ഇനി നമ്മൾ അവസാനത്തെ പാഠം 10ലേക്ക് പോവുകയാണ്. ഓർമ്മിക്കാം. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നുമില്ല. കാരണം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പാഠങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. അഥവാ ഒന്ന് പൂരിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടും. ഇപ്പൊ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വഫാത്തായി. ഡാഷ് വയസ്സായിരുന്നു. എല്ലാവർക്കും അറിയില്ലേ? 63 വയസ്സായിരുന്നു. അത് നബിനെ പറ്റി പഠിക്കുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾ വായിച്ചിട്ട് പോയാൽ മതി. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പഠിച്ചത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താണ് 1-ാം പാഠം മുതൽ റിവിഷൻ ചെയ്യാൻ പോവാണ്. 1-ാം പാഠം എന്താ? അറിയാമോ? പൂക്കൾ പടച്ചത് ആരാണ്? മലകൾ പടച്ചത് ആരാണ്? ആകാശം പടച്ചത് ആരാണ്? അല്ലാഹു. പടച്ചവൻ ആരാണ്? അല്ലാഹു. അവനാണ് അല്ലാഹു. അല്ലേ? അല്ലാഹു എഴുതാൻ അറിയില്ലേ? അത്ര ഈ പാഠത്തിലുള്ളൂ കേട്ടോ. ഈ പാഠത്തിൽ കാര്യമായിട്ടൊന്നും പഠിക്കാറില്ല. ഇനി അല്ലാഹു റബ്ബുന, ഇതാണ് 2-ാമത്തെ പാഠം. അല്ലാഹു റബ്ബുന. ഇനി ഇവിടെ പാട്ട് പഠിക്കുക. അല്ലാഹു ഫാത്തിറുൽ അർളി അല്ലാഹു ഖാലിഖുൽ ജവ്വി അല്ലാഹു മുൻസിലുൽ മാഇ അല്ലാഹു റാസിഖുൽ ഖൽഖി അല്ലാഹു അല്ലാഹു റബ്ബി അല്ലാഹു. ഇതിൽ എല്ലാവരെയും കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം. അതാണ് അടുത്ത പാഠം. ഈ പാഠത്തിൽ പഠിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ എങ്ങനെ എഴുതാൻ നോക്കുക. ലാ ഇലാഹ
ഇല്ലല്ലാ. കണ്ടില്ലേ, ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. കാണാതെ പഠിക്ക്, വേം പഠിക്ക്. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധന ഹാ വേണം, അർഹൻ ഹാ വേണം, അല്ലാതെ മറ്റാരും മറ്റാരുമില്ല. പഠിച്ചില്ലേ? ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി അള്ളാഹു നമുക്ക് വസിക്കാൻ എന്ത് തന്നു? ഭൂമി തന്നു. അള്ളാഹു നമുക്ക് ഡാഷ് ഭൂമി തന്നു വസിക്കാൻ. അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു. അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. ഇവിടെ പ്രധാനപ്പെട്ടതാണ്, അള്ളാഹുവിനെ മാത്രമേ നാം ഡാഷ് ആരാധിക്കാവൂ. കണ്ടോ, എഴുതുന്ന എങ്ങനെ കണ്ടോ? ആരാധിക്കാവൂ. പിന്നെ ശ്വസിക്കാൻ, പിന്നെ കഴിക്കാൻ. ഇതാ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചില്ലേ? അള്ളാഹുവിനെ മാത്രമേ ഡാഷ് എന്താ ആരാധിക്കാവൂ. ഇത് എഴുതാൻ പഠിക്കട്ടോ. അടുത്തത് ഇവിടെ പ്രധാനപ്പെട്ടത്, അള്ളാഹു നമുക്ക് കാണാൻ കണ്ണു തന്നു. ഇതൊക്കെ നമുക്കറിയാലോ, കാണാനും കേൾക്കാനും നടക്കാനൊക്കെ ഉള്ളത്. ഇനി പാട്ടാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അള്ളാഹു നമ്മെ പടച്ചവൻ അള്ളാഹു, എല്ലാം തന്നവൻ അള്ളാഹു, എല്ലാം കാണും അള്ളാഹു, എല്ലാം കേൾക്കും അള്ളാഹു, എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പൊ നിങ്ങൾ ഈ പാട്ട് എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഇതിൽ അറിയുമുള്ളവൻ എന്നൊക്കെ എഴുതാൻ പഠിക്കുക. അടുത്തത്, അള്ളാഹുവിനെ കുറിച്ച് 2 വാക്ക് എഴുതുക എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? എന്നെന്നും ഉള്ളവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കുടിക്കാൻ വെള്ളം തരുന്നു, ശ്വസിക്കാൻ വായു തരുന്നു, എല്ലാം കേൾക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ എഴുതൂലേ? എങ്ങനെ എഴുതാ? ഏറ്റവും എളുപ്പമുള്ള പഠിച്ചോളി. എല്ലാം കാണുന്നവൻ. കണ്ട, ഇത് എഴുതാൻ എളുപ്പമാണ്. എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അടാ, എല്ലാം അറിയും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു. അപ്പൊ തന്നെ 3 പഠിച്ചില്ലേ? അള്ളാഹിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതൂലേ? യെസ്, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, നമ്മുടെ നബി. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആണ്. ഈ പാഠത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ 2 പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാഠം വലിയ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നമുക്ക് പഠിക്കാം. നമ്മുടെ നബിന്റെ പേരെന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ പേര് കേൾക്കുമ്പോൾ എന്താ പറയണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പഠിക്കുക. മുഹമ്മദ് നബിന്റെ പേര്. പിന്നെ നബി ജനിച്ചത് എവിടെയാണ്? മക്കയിൽ. അറിയാം. നബി തങ്ങളുടെ ഉപ്പാന്റെ പേര് അബ്ദുല്ല, ഉമ്മാന്റെ പേര് ആമിന ബീവി. പക്ഷെ നിങ്ങളൊക്കെ എന്നെക്കാൾ ഉഷാറായിട്ട് ഇത് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളൊക്കെ എഴുതി നോക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മാനോട് കേട്ടെഴുത്ത് വെക്കാൻ പറയണം. ഈ വാക്കുകളൊക്കെ എഴുതാൻ കിട്ടുന്നുണ്ടോ? നബി തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. ഇതാ, നബി തങ്ങളെ പറ്റി നമുക്ക് വയസ്സ് പഠിക്കാനുള്ള ഇവിടെ 3 എണ്ണാണ്: 40, 53, 63. 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് എഴുതാൻ പഠിക്കുക. 53 വയസ്സായപ്പോൾ മദീനയിലേക്ക് ഹിജറ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. എത്ര പോയിന്റ്? 3 പോയിന്റ്. 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു എങ്ങനെ എഴുതാൻ നോക്കുക? ലഭിച്ചു. 53 വയസ്സായപ്പോൾ ഹിജറ പോയി. എവിടേക്ക്? മദീനയിലേക്ക്. എവിടെ നിന്ന്? മക്കത്ത് നിന്ന്. 63 വയസ്സായപ്പോൾ എവിടെ വഫാത്തായി? മദീനയിൽ വഫാത്തായി. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ നബി അവർ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുല്ല, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. അപ്പൊ ഈ പാട്ട് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. പാട്ടൊക്കെ എളുപ്പമാണ്, അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് എങ്ങോട്ട്? എവിടേക്കാണ്? മദീനയിലേക്ക്. എങ്ങനെ മദീന എന്ന് എഴുതാൻ നോക്കിക്കോ. അവസാനം നമ്മളെ താവാണ്. ഏത് താവ്? നമ്മളെ പാമ്പിന്റെ തല പോലത്തെ പാവാണ് അല്ലെ? പാമ്പ് പടം വിരിച്ച് നിൽക്കുന്ന പോലത്തെ താവാണ്. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ? മദീനയിൽ. നബി തങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്? ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുല്ലയുമാണ്. അടുത്ത മലക്കുകൾ അല്ലേ? മലക്കുകളുടെ വിശ്വാസം. അള്ളാഹു എന്തുകൊണ്ടാണ് മലക്കളെ സൃഷ്ടിച്ചത്? നമ്മൾ എന്തുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്? മണ്ണ് കൊണ്ട്. അള്ളാഹു മലക്കളെ സൃഷ്ടിച്ചതോ? പ്രകാശം കൊണ്ട്. കണ്ടോ? പ്രകാശം. അപ്പൊ ഇത് പഠിക്കാം. മലക്കളെ സൃഷ്ടിച്ച പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾ ഭക്ഷണമോ വെള്ളമോ വേണ്ട. മലക്കുകൾക്ക് എന്ത് വേണ്ട? ഡാഷ് ഡാഷ് വേണ്ട. എന്താ? ഭക്ഷണമോ. മലക്കുകളുടെ പാഠത്ത് നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും കേട്ടോ. അതോ ആദ്യം ഉറപ്പിച്ചോളെ. മലക്കുകളുടെ പാഠത്ത് എന്തായാലും മലക്കുകളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. 1-2 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മലക്കുകൾക്ക് എന്ത് വേണ്ട? ഭക്ഷണമോ വെള്ളമോ വേണ്ട. ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. അവർ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ്.
അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല, അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ ഏറ്റവും പ്രധാനികൾ താഴെ പറയുന്നവർ. 4 മലക്കളെ പേര് പഠിച്ചോ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം നിർബന്ധമായി പഠിക്കുക. 4 മലക്കളെ പേര്. ആരാണ് മലക്കുകൾ? ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ആരാണ് മലക്കുകൾ? പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പഠിച്ചില്ലേ? പഠിച്ചു. ഇനി ഇവിടെ ചോദിക്കേണ്ട ചോദ്യം, 4 മലക്കളെ പേര് എഴുതാൻ പഠിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം. ഓരോ മലക്കിന്റെ ആദ്യത്തെ അക്ഷരം നോക്കുക. ജീം, മി, ജിമി, ഇ, അ അല്ലേ? അപ്പോ ജീമാണ്, അത് ഓർത്തു വെക്കുക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ മീ ആണ്, അപ്പൊ മീകായിൽ അലൈഹിസ്സലാം. മൂന്നാമത്തെ ഇ ആണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാലാമത്തെ അ, അസ്രായീൽ അലൈഹിസ്സലാം. പഠിച്ചില്ലേ? അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയോ? മലക്കുകളെ കുറിച്ച് എഴുതുക എന്ന് പറയുമ്പോൾ ഇതാ മലക്കുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പ്രകാശത്താൽ പടക്കപ്പെട്ടവർ, പിന്നെ ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവർ, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ, ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവർ. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് മലക്കുകൾ നിന്ന് ഇതേപോലെ ഒരു ചിത്രം തന്നിട്ട് ഇവിടൊക്കെ എഴുതാൻ പറയും, പെട്ടിയിൽ എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രകാശത്താൽ പടക്കപ്പെട്ടവർ അത് നിങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് ഉറക്കമോ ക്ഷീണമോ ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്തവർ തന്നെ ഇങ്ങനെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഉറക്കമോ ക്ഷീണമോ ഇല്ല, പിന്നെ ഭക്ഷണമോ വെള്ളമോ വേണ്ട, അല്ലേ? എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നു. ഈ 3 എന്തായാലും പഠിക്കുക. 1, 2, 3. ഈ 3 എന്തായാലും പഠിക്കുക കേട്ടോ. 3 പഠിക്കുക. അത് നിർബന്ധമായി പഠിക്കണം. പിന്നെ ഈ പാഠത്തു നിന്ന് എന്താണ്? കാണുന്നവ കാണാത്തവ എഴുതുക. അതൊക്കെ എല്ലാവർക്കും അറിയാം. മദ്രസ കാണാൻ പറ്റും. ജിന്നിനെ കാണാൻ പറ്റുമോ? ഇല്ല. മനുഷ്യനെ കാണാൻ പറ്റും, മലക്കിനെ കാണാൻ പറ്റൂല. പേന കാണോ? പിശാചോ? കാണൂല. അതൊക്കെ എല്ലാവർക്കും എളുപ്പം. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഇനി നമ്മൾ 5-ാമത്തെ പാഠത്തിലേക്ക് പോകണം അല്ലേ? 5-ാമത്തെ പാഠം കിതാബുകൾ. പിന്നെ കിതാബുകൾ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഈമാൻ കാര്യങ്ങൾ. 3-ാമത്തേത് കിതാബുകൾ വിശ്വസിക്കലാണ്. അടുത്ത അള്ളാഹു തെരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവന്റെ കിതാബുകൾ ഇറക്കിയത്. അപ്പൊ ചോദ്യം ഇതാണ്, അള്ളാഹു കിതാബുകൾ ഇറക്കിയത് ആരിലേക്കാണ്? നബിമാരിലേക്ക്, തിരഞ്ഞെടുത്ത നബിമാരിലേക്ക്. എന്താ ഉത്തരം? തിരഞ്ഞെടുത്ത നബിമാരിലേക്ക്. പഠിച്ചോ? എങ്ങനെ എഴുതാ നോക്കുക. തിരഞ്ഞെടുത്ത നബിമാരിലേക്ക്. തിരഞ്ഞെടുത്തെന്ന് എഴുതി നോക്കുക എല്ലാവരും. പിന്നെ എന്തിനാണ് അള്ളാഹു കിതാബുകളെ ഇറക്കിയത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. എന്തിനാണ് അള്ളാഹു കിതാബ് ഇറക്കിയത്? ജനങ്ങളെ പറഞ്ഞ ആൾക്കാരെ സന്മാർഗത്തിലേക്ക് നന്നാക്കാൻ, ആൾക്കാരെ നന്നാക്കാൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. ഇനി ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതാണ് എത്ര കിതാബുകൾ എത്ര ഏടുകൾ? 4 കിതാബും 100 ഏടും. 4 കിതാബും 100 ഏടും. പഠിച്ചില്ലേ? 4 കിതാബും 100 ഏടും. പിന്നെ അവസാനത്തെ നബി ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബിക്ക് ഇറക്കിയ കിതാബ്? വിശുദ്ധ ഖുർആൻ. ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല. ഇത് നിങ്ങൾ കാണാതെ പഠിക്കട്ടോ. ഏത്? ഇത് പൂരിപ്പിക്കാൻ വരും. ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഡാഷ്. എന്താ? ഒരു കിതാബും വരാനില്ല, ഒരു കിതാബും വരാനില്ല. ഇനി ഒരു നബി വരാനില്ലാത്തത് പോലെ ഒരു കിതാബും വരാനില്ല. പഠിച്ചില്ലേ? വിശുദ്ധ ഖുർആൻ ഇൽമിന്റെയും ഹിദായത്തിന്റെയും ഗ്രന്ഥമാണ്. ചോദ്യം, വിശുദ്ധ ഖുർആൻ ഡാഷ് ഗ്രന്ഥമാണ്. എന്താ? ഇൽമിന്റെയും ഹിദായത്തിന്റെയും. ഇനി അതിനേക്കാളും സാധ്യത ഇങ്ങനെ ആയിരിക്കും. വിശുദ്ധ ഖുർആൻ ഇൽമിന്റെയും ഹിദായത്തിന് ഡാഷാണ്. എന്താ? ഗ്രന്ഥമാണ്. എങ്ങനെ ഇതാ? ഗ്രന്ഥമാണ്. ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പരീക്ഷയ്ക്ക് വരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എങ്ങനെ എഴുതാ? ആദ്യം എഴുതാ, ഗുളികന്റെ പിന്നെ കണ്ടോ? പിന്നെ എന്താന്ന് എഴുതുമ്പോ ഇവിടെ വേണം. കണ്ടില്ലേ? ഗ്രന്ഥമാണ്. ഒന്ന് കാണാതെ പറഞ്ഞട്ടെ. വിശുദ്ധ ഖുർആൻ ഇൽമിന്റെയും ഹിദായത്തിന്റെയും ഗ്രന്ഥമാണ്. ഓക്കെ. അതിനെ പാരായണം ചെയ്യൽ വലിയ എന്താണ്? ഇബാദത്താണ്. വരാൻ സാധ്യതയുണ്ട്. ഇബാദത്താണ്. പിന്നെ ഈ പെട്ടിയൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ ഈ കൊല്ല പരീക്ഷയ്ക്ക് ഇത് വരൂല. അങ്ങനെയല്ല, വരും. ഇതിൽ നിന്ന് 1-2 ഒക്കെ ഇനിയും വരും ചിലപ്പോ കേട്ടോ. അതുകൊണ്ട് ഇത് പഠിക്കണം. ഇത് മറന്നു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കേണ്ടത്? മൂസ അലൈഹിസ്സലാം തൗറാത്ത് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ആദ്യം ഇത് നോക്കി പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ പൊത്തി പിടിക്കുക. ഇവിടുത്തെ പറയാൻ കിട്ടണം. മൂസ അലൈഹിസ്സലാം തൗറാത്ത്, ദാവൂദ് അലൈഹിസ്സലാം സബൂർ, അങ്ങനെ പറയാൻ കിട്ടണം. ഇനി ഇത് പറയുന്ന തൗറാത്ത് മൂസ അലൈഹിസ്സലാം, സബൂർ ദാവൂദ് അലൈഹിസ്സലാം, അങ്ങനെ കിട്ടണം. പിന്നെ ആദം അലൈഹിസ്സലാം 10, ഇദ്രീസ് അലൈഹിസ്സലാം 30. 30ഉം 50ഉം നല്ലോണം നോക്കി എഴുതിക്കൊള്ളട്ടോ. 30ഉം 50ഉം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. 10 കിട്ടിയവരാരൊക്കെയാണ്? ആദം നബിയും ഇബ്രാഹിം നബിയും.
ഓക്കെ, ഇവിടെ 4 കിതാബിന്റെ പേര്. നമ്മുടെ നബിന്റെ കിതാബിന്റെ പേര് ഖുർആനാണ്. ആദം നബിക്ക് എത്ര കിതാബ്? 7 കിട്ടി, 10 ആണ്. അതൊക്കെ ഓർമ്മ വേണം. ഇനി അടുത്തത്, നാം ഖുർആൻ അനുസരിച്ചാണ് അമല് ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യം, നാം എന്തനുസരിച്ചാണ് അമല് ചെയ്യേണ്ടത്? ഖുർആൻ. ഉത്തരം എന്താണ്? ഖുർആൻ. ഖുർആൻ എങ്ങനെ ഇത് നോക്കുക, അതിന്റെ അലിഫിന്റെ മേലെ മദ്ദ കൊടുക്കണ്ട അല്ലെ, ഖുർആൻ. അടുത്ത, ഖുർആൻ അനുസരിച്ചാണ് അമൽ ഡാഷ് എന്താ ചെയ്യേണ്ടത്. കണ്ടില്ലേ, ചെയ്യേണ്ടത് എഴുതാൻ പഠിക്കുക. പിന്നെ മറ്റുള്ളവ മുൻഗാമികൾക്കുള്ളതാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കിതാബ്. ചോദ്യം, നമ്മുടെ കിതാബ് ഏതാണ്? പരിശുദ്ധ ഖുർആൻ. ഇനി പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഡാഷ് എന്താ കിതാബ്, കിതാബ്, കിതാബ്. അതിനെ നാം ആദരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഖുർആൻ അനുസരിച്ച് ഡാഷ് എന്താ ജീവിക്കണം. ഖുർആൻ അനുസരിച്ച് ഡാഷ് എന്താ ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. പഠിച്ചില്ലേ? ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 6-ാം പാഠം മുർസലുകൾ. മുർസലുകൾ പിന്നെ അവസാന നാൾ അല്ലേ, അപ്പൊ കഴിയും. 6-ാം പാഠത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കുറെ ചോദ്യങ്ങൾ വന്ന പാഠം എന്ന് പറഞ്ഞാൽ നബിനെ പറ്റിയുള്ള പാഠമാണ്. ശരിക്കും അരക്കൊല്ല പരീക്ഷയ്ക്ക് 5, 6, 7 പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരേണ്ടത്. പക്ഷേ 5-ാം പാഠത്തുനിന്നും 6-ാം പാഠത്തുനിന്നും പിന്നെ അതിന്റെ ബാക്കോട്ടുള്ള 1-ാം പാഠം 2-ാം പാഠം എന്നൊക്കെ കൂടുതൽ ചോദ്യം വന്നത്. അതിന് എന്താ ചെയ്യുക? കൊല്ല പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 8 മുതൽ എല്ലാം കൂടുതൽ ചോദ്യം ഉണ്ടാവുക. 6-ാം പാഠം മുതൽ തന്നെ നല്ല ചോദ്യം ഉണ്ടാവും. കാരണം എന്താ, അരക്കൊല്ല പരീക്ഷയ്ക്ക് 6-ാം പാഠത്തിന് അധികം ചോദ്യം വന്നിട്ടില്ല. മനസ്സിലായുണ്ടോ? അപ്പൊ ഇതിൽ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഇനി കൊല്ല പരീക്ഷയ്ക്ക് വരിക. അതുപോലെ 7-ാം പാഠം, 7-ാം പാഠത്തു നിന്നും അധികം ചോദ്യം അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. അതൊക്കെ ഇനി കൊല്ല പരീക്ഷയ്ക്ക് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8-ാം പാഠം നന്നായി പഠിച്ചു പോയിട്ട് ഇതൊക്കെ പഠിക്കാതെ പോവരുത്. ഇതൊക്കെ നന്നായി പഠിക്കണം. 5-ാം പാഠത്തിന് ശേഷമുള്ള പാഠങ്ങളൊക്കെ നന്നായി പഠിക്കണം. ഓക്കെ, മുർസലുകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആരാണ് നബിമാർ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. കുറച്ച് പണിയുണ്ടല്ലേ പഠിക്കാൻ, അത് സിമ്പിളാണ്, നിങ്ങൾ പഠിക്കുക. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. പ്രത്യേക, കണ്ടില്ലേ, പ്രത്യേക എങ്ങനെ എഴുതാ പഠിക്കാം. അടുത്തത്, അവരിൽ പ്രധാനികളാണ് മുർസലുകൾ. അപ്പോൾ ചോദ്യം, നബിമാരിൽ പ്രധാനികൾ ആരാണ്? മുർസലുകൾ. അവരെല്ലാം ഇസ്ലാമിനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. അപ്പോൾ ഇസ്ലാം അള്ളാഹുവിന്റെ ഡാഷ് എന്താ മതം, അള്ളാഹുവിന്റെ മതമാണ് ഡാഷ് ഇസ്ലാം. രണ്ടും വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സിമ്പിൾ ആണ്. പിന്നെ ഇവിടെ പഠിക്കേണ്ട എന്താണ്? നബിമാരും മുർസലുകളും. അപ്പൊ മുർസലുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബിമാരിൽ പ്രധാനികൾ. എങ്ങനെ പ്രധാനികൾ എന്ന് എഴുതുക? ഇത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഒരു പ്രധാനികൾ. കണ്ടോ, പ്രധാനികൾ. അടുത്തത്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർ ആരാണ്? ആരാണ്? മുർസലുകൾ കേട്ടോ, നബിമാർ. ഇവിടെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന അറിയോ? മലക്കുകളെ പറ്റി പറയുന്ന കാര്യവും തരും, നബിമാരെ പറ്റി പറയുന്ന കാര്യം തരും. എന്നിട്ട് രണ്ടും വേർതിരിക്കാൻ പറയും. അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ അവർക്ക് ഭക്ഷണം, അവർക്ക് ഉറക്കമോ ക്ഷീണമോ ഇല്ല. നബിമാരാണോ മലക്കുകളാണോ? മലക്കുകൾ. നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ ഇവിടെ വരും, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണവർ. മലക്കുകളാണോ നബിമാരാണോ? നബിമാർ. അടുത്ത്, അവർ സത്യം മാത്രമേ പറയുന്നവരും വിശ്വസ്തരുമാണ്. ആര്? നബിമാർ. മലക്കുകളെ കുറിച്ചല്ല പറയണ്ട കേട്ടോ. അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ്. പിന്നെ സത്യം എങ്ങനെ എഴുതാൻ നോക്കുക, വിശ്വസ്തരെങ്ങനെ എഴുതാൻ നോക്കുക. അവർ ഒരു തെറ്റും ചെയ്യില്ല. ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാമാണ്. അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവർക്കിടയിൽ ധാരാളം മുർസലുകൾ വന്നിട്ടുണ്ട്. എല്ലാ നബിമാരെയും നാം സ്നേഹിക്കുകയും അവരെ നാം വിശ്വസിക്കണം. ഇവിടെ ഒരു ചോദ്യം എന്താണ്? ആദ്യത്തെ നബി ആരാണ്? ആദം നബി. അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ എന്താ പഠിക്കുക? പച്ച പഠിക്കുക. അവർ ഒരു തെറ്റും ചെയ്യില്ല, അവരൊരു തെറ്റും ചെയ്യില്ല. പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർ. പിന്നെ അവർ സത്യം മാത്രം. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. അവർ തെറ്റും ചെയ്യില്ല, അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ്. പഠിച്ചില്ലേ? ഇനി ഇവിടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിരുന്നു. നമ്മുടെ നബിന്റെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇനി ഈ വർഷം നമുക്ക് കൊല്ലപരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഇതാണ്. മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോൾ ഡാഷ് എന്താ? അലൈഹിസ്സലാം. എങ്ങനെ എഴുതാൻ നോക്കുക? അലൈഹിസ്സലാം. പഠിച്ചോ? അലൈഹിസ്സലാം.
പഠിച്ചില്ലേ? അപ്പൊ അതാണ് ഈ പാഠം. ഇനി ഈ പാഠത്തിൽ പ്രധാനമായിട്ട് ഈ പാട്ട് പഠിക്കണം. ആദ്യത്തെ നബിയാണ് ആദം നബി, നമ്മുടെ ഉപ്പാപ്പ പുണ്യ നബി, അവരുടെ ഇണയാണ് ഹവ്വ ബീവി, നമ്മുടെ ഉമ്മാമ ഹവ്വ ബീവി. ഈ പാട്ട് നിങ്ങൾ നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് അവസാന നാൾ അല്ലെ, അവസാനത്തെ പാഠം 7-ാം പാഠം 8, 9, 10 നമ്മൾ നോക്കി. ഇവിടെ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഖിയാമത്ത് നാൾ. ഇത് നിർബന്ധമായി, ഇത് അവസാന നാൾ എന്താണ്, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അരക്കൊല്ല പരീക്ഷക്കും കൊല്ല പരീക്ഷക്കൊന്നും അല്ല, കാക്കൊല്ലത്തിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇതിവിടെ വരും. ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. പഠിച്ചില്ലേ? എന്താണ് അവസാന നാള്? ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാനം. ഒരു ദിവസമാണ് അവസാന നാൾ പറഞ്ഞ, ഒരു ദിവസമാണ് കേട്ടോ. ഏതാണ് ദിവസം? ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസം. അടുത്തത്, ഈ ലോകം എങ്ങനെ നശിക്കുക? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം എന്താണ്? ഈ ലോകം നശിക്കുന്നത് എങ്ങനെ? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഇവിടെ ഊതുമ്പോഴാണ് എങ്ങനെ എഴുതാൻ പഠിക്കണം. ഊതുമ്പോഴാണ് പഠിച്ചോ? സൂർ എന്ന കാഹളത്തിൽ ആരാണ് ഊതുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാലത്ത് ഊതുമ്പോഴാണ് ഡാഷ് ഈ ലോകം നശിക്കുന്നത്. രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ഡാഷ് ജീവിക്കും. ജീവിക്കും. രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം, ഇനി ചോദ്യം, മരിച്ചവരെല്ലാം ജീവിക്കും എപ്പോൾ? രണ്ടാമത് ഊതുമ്പോൾ. രണ്ടാമത് ഊതുമ്പോൾ ഡാഷ് മരിച്ചവരെല്ലാം ജീവിക്കും. ശേഷം മഹ്ശറിൽ ഒരുമിച്ച് കൂടും. എവിടെ ഒരുമിച്ച് കൂടുക? മഹ്ശറിൽ. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിചാരണ ഉണ്ടാവും. നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകും. പിന്നെ സ്വർഗാവകാശികളാവാൻ നാം ഡാഷ് എന്താ? പരിശ്രമിക്കണം. എഴുതാൻ പഠിക്കുക, പരിശ്രമിക്കണം. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താ? നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ ഡാഷ് എന്താ? പ്രതിഫലം. പ്രതിഫലം എങ്ങനെ എഴുതാൻ നോക്കുക? പ്രതിഫലം. കണ്ടോ? അടുത്തത് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അന്ത്യനാളിൽ നാം ഡാഷ് എന്താ? വിശ്വസിക്കണം. വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം എന്ന് എഴുതുക. പഠിച്ചില്ലേ? ഇനി ഇവിടെ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. താഴെ കൊടുത്തവയിൽ നിന്ന് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ നേരെ അടയാളപ്പെടുത്തുക. ഉമ്മയെ അനുസരിക്കൽ, അന്ത്യനാളിൽ വിശ്വസിക്കൽ, നിസ്കരിക്കൽ, ചീത്ത വിളിക്കൽ, കളവ് പറയൽ, ഖുർആൻ ഓതൽ. അതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ? അടുത്ത്, മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടും സ്ഥലമാണ് എന്താ? മഹ്ശർ. മഹ്ശർ എങ്ങനെ ഇതാ? മീമ് കഴിഞ്ഞ ഏതാ അക്ഷരം വേണ്ടി? ഹ ആണ് കേട്ടോ. അടുത്ത, നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു ഡാഷ് നൽകും. എന്താ? സ്വർഗം. എങ്ങനെ സ്വർഗം എന്ന് എഴുതാ പഠിക്കുക. നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു ഇതാ അല്ലെ പ്രതിഫലം നൽകും. അതും മതി, പ്രതിഫലം നൽകും. ഇവിടെ സ്വർഗം എന്ന് പറയണില്ലല്ലോ. അപ്പൊ സ്വർഗം എന്നല്ല, പ്രതിഫലം. പ്രതിഫലം നൽകും. പ്രതിഫലം എഴുതാൻ പഠിക്കാം. അവസാന നാൾ എന്നാൽ എന്ത്? തിന്മകൾ ചെയ്തവർക്ക് എന്ത് ലഭിക്കും? മരിച്ചവർ രണ്ടാമത് ജീവിക്കും എപ്പോൾ? എപ്പോഴാണ് ഈ ലോകം നശിക്കുക? എല്ലാം നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അഖീദ വളരെ സിമ്പിൾ ആയിരിക്കും. അല്ലാഹു എല്ലാവർക്കും